ഹായ്, ഫലിക്കുന്ന ശാപങ്ങൾ നീ ഗതി പിടിക്കാതെ പോകട്ടെ എന്നൊരാൾ ശപിച്ചാൽ നീ ഗതി പിടിക്കാതെ പോകുമോ? അയാളുടെ ആ ശാപത്തിന് അർഹനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആ ശാപം ഫലിക്കുമോ? ജീവിതത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ചെറിയ വീഴ്ചകൾ പോലും ആ ശാപത്തിൻ്റെ ഫലമാണെന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കുകയും ചെയ്താൽ എന്നാൽ അത് ഫലിക്കില്ല, അതെനിക്ക് ദോഷം ചെയ്യില്ല എന്ന് മനസ്സിൽ ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ ആ ശാപം ഉപബോധ മനസ്സിൽ കടക്കുകയില്ല. ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ ബോധമനസ്സിൽ ഫിൽട്ടർ ചെയ്യണം. ശാപവാക്കുകളുടെ നീ നശിച്ചു പോകും, നീ ഒരിക്കലും നന്നാകില്ല, നീ ആരുമായി അടുക്കരുത്, മറ്റുള്ളവരെ ശ്രദ്ധ പിടിച്ചു പറ്റരുത്, നീ വിജയിക്കില്ല, സ്നേഹമോ സങ്കടമോ പ്രകടിപ്പിക്കരുത് തുടങ്ങിയ ശാപവാക്കുകളുടെ വിലക്കുകളോ പ്രത്യക്ഷമോ പരോക്ഷമായോ ആശയത്തിലോ മനോഭാവത്തിലോ ഒരാളുടെ മനസ്സിലേക്ക് പതിച്ചു കൊണ്ടിരുന്നാൽ അത് ഉപബോധ മനസ്സിൽ കടന്നു വേര് പിടിക്കും. നമ്മൾ പാവപ്പെട്ടവരാണെന്ന് കുട്ടികളെ കൂടെ കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ ആ കുട്ടികൾക്ക് ജീവിതം മുഴുവൻ പാവപ്പെട്ടവരായി ജീവിക്കേണ്ടി വരും. പാവപ്പെട്ടവനാണെന്ന വൈറസ് ഉപബോധ മനസ്സിൽ കടന്നുകൂടി ഇത് വളർന്ന് ഒരു നെഗറ്റീവ് പ്രോഗ്രാമായി തീരുകയാണ്. ജീവിതത്തിൽ ശരാശരി താഴെ വിജയം കൈവരിച്ചിരിക്കുന്ന ഒരാളുടെ ഉപബോധ മനസ്സിൽ 40,000 വരെ നെഗറ്റീവ് പ്രോഗ്രാമുകൾ, വിലക്കുകളും അതിരുകളും ശാപവാക്കുകളും ഉണ്ടാകും. അതിൽ മിക്കതും വിശ്വാസങ്ങളുടെയും മനോഭാവങ്ങളുടെയും രൂപത്തിൽ അയാൾക്കെതിരെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അയാൾ വിജയിക്കാതെ പോകുന്നത്.